ബിഗ് ബോസ് സീസൺ 7 കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ആർ.ജെ ബിൻസി. ആർ.ജെ ബിൻസിയും അനിയത്തിയും തമ്മിലുള്ള ഇഷ്യൂ ഒക്കെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ആർ.ജെ ബിൻസിയുടെ അനിയത്തി മരിയ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ആർ.ജെ ബിൻസി അവരെ വലിയ ഉപദ്രവിച്ചെന്നും കടിച്ചു, ഷോൾഡറിൽ എന്തോ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇട്ട് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ തന്നെ അവരത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ആർ.ജെ ബിൻസിയുടെ ബിഗ് ബോസിലെ അതേ സ്വഭാവം തന്നെയാണ് റിയൽ ലൈഫിൽ എന്നതിനുള്ള ഗ്രേറ്റ് എക്സാമ്പിളാണ് ഈ വീഡിയോ. ബിഗ് ബോസിൽ മസ്താനിക്കെതിരെ ആഞ്ഞടിച്ച ബിൻസിയെ നമ്മൾ കണ്ടായിരുന്നു. അതേപോലെ തന്നെ ബിഗ് ബോസിൽ വന്നിട്ട് ഫുൾ അഴിഞ്ഞാട്ടമായിരുന്നു ബിൻസി. അതൊക്കെ നമ്മൾ കണ്ടതാണ്. ബട്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായപൂർത്തിയായിട്ടുള്ളൊരു പെൺകുട്ടിയെ ഇത്തരത്തിൽ ഉപദ്രവിച്ചത് വലിയ രീതിയിൽ ശിക്ഷ കിട്ടേണ്ട ഒരു കാര്യം തന്നെയാണ്. ചേച്ചി അനിയത്തിയൊക്കെ ആകുമ്പോൾ വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ശരിയാണ്. നമ്മുടെ അനിയന്മാരും അനിയത്തിമാരും ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരായിട്ടൊക്കെ വഴക്ക് കൂടാറുണ്ട്, അടിവെക്കാറുണ്ടൊക്കെ ശരിയാണ്. ബട്ട് ഇത്തരത്തിൽ ദേഹോപദ്രവം നമ്മൾ ചെയ്യാറില്ല. എത്രയൊക്കെ വന്നാലും നമ്മുടെ രക്തബന്ധമാണ്, നമ്മുടെ കൂടപ്പിറപ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ദേഹോപദ്രവം ഒന്നും ചെയ്യില്ല. വാക്കുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറയുമെന്നല്ലാതെ. അത് ആ കുട്ടി കരഞ്ഞുകൊണ്ട് വന്ന് വീഡിയോ ഇടണമെങ്കിൽ അതിന് എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാവും. കുട്ടിയെ വീഡിയോയിൽ പറയുന്നുണ്ട് കൊച്ചിലെ മുതലുള്ള ടോർച്ചറിങ് ആണ്. അതുമല്ല, ഈ കുട്ടി ഇപ്പോൾ ഈ വീഡിയോ ഇട്ടതിൻ്റെ പേരിൽ എന്തോരം ടോർച്ചർ അനുഭവിച്ചിട്ടുണ്ടാവും. ആർ.ജെ ബിൻസിയെ പറ്റി പൊതുവേ നല്ല അഭിപ്രായമൊന്നുമല്ല. കാരണം അവർ ഏത് വീഡിയോ ഇട്ടാലും ആ വീഡിയോയുടെ താഴെ എല്ലാം ഫുൾ നെഗറ്റീവ് കമൻസ് ആയിരിക്കും വരുന്നത്. ആ കുട്ടി പബ്ലിക്കായിട്ട് വന്ന് പറയണമെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ട് അത് അനുഭവിച്ചിട്ടുണ്ടാവും. ഒരുമിച്ചുള്ള വീഡിയോസൊക്കെ ഒരുപാട് പേര് ഇവരുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നോക്കാം. എൻ്റെ അഭിപ്രായം ഇതാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തി പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം.